നമ്മൾ മീൻ അച്ചാറാണ് ഇടാൻ പോകുന്നത്. ഞാനൊരു 250 ഗ്രാം നമ്മുടെ ചൂട എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടയെന്നും പറയും, നെത്തോലി എന്ന് പറയും. ഇതാണ് ഞാനത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണ് വറുത്ത് കോരേണ്ട വയ്ക്ക്. ഇത് ഞാൻ മുഴുവനെ നിങ്ങളെ കാണിക്കേണ്ട വയ്ക്ക്. ഇത് നമുക്ക് മുറിച്ചിടാം. ഞാൻ വറുത്ത് കോരുവാണ് ചെയ്യുന്നത്. കുറച്ച് സാധനങ്ങൾ മതിയല്ലോ, ഇത് കുറച്ചേ ഉള്ളൂ, 250 ഗ്രാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ മസാല പുരട്ടാൻ പോവാണ്. ഇത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം. ഞാൻ 1 സ്പൂണ് കാശ്മീർ മുളക് പൊടി, ചെറിയ സ്പൂണാണ്, 1 സ്പൂൺ കൂടി ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, മീൻ ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പിട്ട് കൊടുക്കുവാണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് പുരട്ടാം, മസാല തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഉടനെ തന്നെ എണ്ണയിലോട്ട് ഇടുവാണ്. ഇപ്പം നമ്മൾ അച്ചാറിടാൻ മീൻ വറക്കാൻ പോവാണ്. സ്റ്റവ് ഓണാക്കാം. നമുക്ക് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, നല്ലെണ്ണ ഇല്ല എൻ്റെ അടുത്ത്. നമ്മൾ ഏതച്ചാറും നല്ലെണ്ണ ചെയ്യുന്നതാണ് രുചി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ വറക്കാനുള്ളത്. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, മീനിട്ട് കൊടുക്കാം. ഈ നല്ലോണം മുരിഞ്ഞു വരണം. നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. മീൻ മുരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. കുറച്ചുകൂടെ ആകാനുണ്ട്. നമുക്ക് ചൂടമീനായതുകൊണ്ട് നല്ലോണം മുരിച്ചെടുക്കണം. നമ്മുടെ മീനൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. നല്ല മുരിഞ്ഞിട്ടുണ്ട്, നല്ല ചിപ്സ് പോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണ തന്നെ മതി, നമുക്ക് കുറച്ച് മീനല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് അത്ര എണ്ണ മതി. കടുക് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഇതിലോട്ട് 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നു, മീനിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയാണ്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നത്, മുഴുവനേ ഉള്ള ഉലുവ ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടി ഉലുവ നല്ലോണം ചുമത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക്, ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിൽ ഇഞ്ചി ചേർക്കുന്നില്ല, ഇഞ്ചി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് കരിവേപ്പില ഇടുന്നു. വെളുത്തുള്ളി നല്ലോണം ചുമന്ന് വരട്ടെ. വറുത്ത് കോരി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാണ്, വേറെ ഒന്നും നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് വെളുത്തുള്ളി മാത്രം നല്ലോണം ചുമന്ന് വന്നാൽ മതി. സമയത്ത് നമുക്ക് ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നത്. നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. കാശ്മീർ മുളകാപ്പൊടി അതും 1 സ്പൂണ്. ഇതൊരു 1/2 സ്പൂൺ കൂടി ഇടുന്നുണ്ട്. നമ്മളൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. മീനിൽ ഉപ്പ് പുരട്ടിയതാണ്, നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിടാം. ഈ സമയത്ത് നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിരുന്ന്, അത് ഞാനെല്ലാം പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം വിനാഗിരി ഒരുപാട് ചേർക്കുന്നില്ല, നമുക്കത് ശരീരത്തിന് നല്ലതല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ്, ഒരു 2 സ്പൂൺ കണക്കാക്കി. പിന്നെ പുളി പോരാങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് വിനാഗിരി. അപ്പം നമുക്ക് ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അച്ചാറെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഇളക്കി നോക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് മേളി വന്നിട്ടുണ്ട്. നമ്മുടെ ചൂട അച്ചാർ മീൻ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. സ്റ്റവ് ഓഫ് ചെയ്യുവാണ്. സ്റ്റൗവിലിരുന്ന് നമുക്ക് ഇറക്കാവുന്നതാണ്.